അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇത് 7ാം ക്ലാസ്സിലെ താരീഖ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നാളെ പരീക്ഷയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, യോജിച്ചവ ചേർക്കാം. 1. നബിയുടെ അമ്മായി സൊഫിയ ബീവി. 2. ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം. ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ബനു തൈം. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ബനു അസദ്. 4. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ആതിക. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കൂഫയിലെ ഗവർണർ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കൂഫയിലെ ഗവർണറായാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ബനു ഉമയ്യ. അന്നത്തെ ഡമസ്കസിലെ ഗവർണർ മുആവിയ. അമീനു ഹാദിഹിൽ ഉമ്മ അബു ഉബൈദ. ഹിജ്റ 3-ാം വർഷം മദീനയിൽ ജനിച്ചത് ഹസൻ റളിയല്ലാഹു അൻഹു. ഹിജ്റ വർഷം 40. ആമുൽ ജമാഅ. ബനു ഹാഷിം കുടുംബം. അലി. ജമൽ യുദ്ധത്തിൽ വഫാത്തായി ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു. ഹവാരിയു റസൂലുള്ളാഹി സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ആതിക ബീവിയുടെ സഹോദരൻ സഈദ് ഇബ്നു സെയ്ദ്. ഇനി രണ്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കാം. 1. കർബല യുദ്ധം നടന്ന ഹിജ്റ വർഷം. അതിൻ്റെ ആൻസർ ഹിജ്റ 61. ഹുസൈൻ വലിയ ധൈര്യശാലിയും ദാനശീലനുമായിരുന്നു. മൂന്നാമത്തേത്, ഇസ്ലാമിലേക്ക് മൂന്നാമതായി പ്രവേശിച്ച വ്യക്തിയായിരുന്നു ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ച വ്യക്തി സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ നബിയോട് സാദൃശ്യമുള്ള ഒരാളായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹുവിനെ പോലെ സാദൃശ്യമുള്ള ഒരാളായിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു. ഇനി അഞ്ചാമത്തേത്, നബി തങ്ങൾ പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരാൾ ഈ വാതിലിലൂടെ കടന്നു വരും. അപ്പോൾ ആ വഴി വന്നത് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇത് ക്വസ്റ്റ്യൻ അതിലാണ്, ഞാൻ അതിൻ്റെ ആൻസർ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 6. 10 സഹാബികളെ പറ്റി എന്ന് നബി തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവർ എന്ന പേരിൽ അറിയപ്പെടും. അതിൻ്റെ ആൻസർ 10 സഹാബികളെ പറ്റി അവർ സ്വർഗത്തിലാണ് എന്ന് നബി തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവർ അശറത്തുൽ മുബശ്ശറ എന്ന പേരിൽ അറിയപ്പെടും. ഇനി മൂന്നാമത്തേത്, ഉത്തരം എഴുതാം. 1. സഈദ് ഇബ്നു സെയ്ദിൻ്റെ പിതാവ് മരണപ്പെടും മുമ്പ് പ്രാർത്ഥിച്ചത് എന്തായിരുന്നു? അല്ലാഹുവേ, എനിക്ക് നിഷേധിച്ച ഈ ഖൈർ എൻ്റെ മകൻ സഈദിന് നിഷേധിക്കരുതേ. അതാണ് ആൻസർ. 2. സഅദ് ഇബ്നു അബി വഖാസിൻ്റെ മാതാവിൻ്റെ ശപഥം എന്തായിരുന്നു? മകൻ ഇസ്ലാം മതം ഒഴിയാതെ താൻ കുടിക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്യുകയില്ലെന്ന്. 3. ഹവാറി എന്നാൽ എന്ത്? വിശ്വസ്ത സഹചാരി. 4. ത്വൽഹ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. കാരണം എന്ത്? അതിൻ്റെ ആൻസർ കച്ചവടത്തിനായി ഷാമിൽ പോയതായിരുന്നു. ഔ ഹബ ത്വൽഹ എന്ന് തങ്ങൾ
പറഞ്ഞത് എപ്പോഴായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉഹദ് യുദ്ധത്തിൽ തങ്ങൾക്ക് ഉയരമുള്ള ഒരു പാറയിലേക്ക് കയറുവാൻ വേണ്ടി അന്ന് ത്വൽഹ റളിയല്ലാഹു ഇരുന്ന് കൊടുത്തപ്പോൾ. ഇതാണ് അതിൻ്റെ ആൻസർ. 6 മുഹാജിറുകൾക്ക് മദീനയിൽ ആദ്യമായി ജനിച്ച കുട്ടി. അത് അബ്ദുള്ള ആണ്. 7 ത്വൽഹ ആരിലൂടെയായിരുന്നു ഇസ്ലാമിൽ എത്തിയത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലൂടെ. 8 അബൂ ഉബൈദ വഫാത്തായത് എവിടെയാണ്? അതിൻ്റെ ആൻസർ. 8ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അബൂ ഉബൈദ വഫാത്തായത് എവിടെയെന്നുള്ളതിൻ്റെ ആൻസർ ഉള്ളത് അബൂ ഉബൈദ വഫാത്തായത് എവിടെയാണ്? ജോർദാനിലെ ബൈസാനിൽ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിൽ നൽകിയ സംഭാവന എത്രയാണ്? നൽകിയ സംഭാവന എത്രയായിരുന്നു? 200 ഉഖിയ സ്വർണമാണ്. ഉസ്മാൻ തങ്ങൾക്ക് ഒരു പാറയിലേക്ക് കയറുവാൻ ത്വൽഹ റളിയല്ലാഹു അൻഹു ഇരുന്നു കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു തങ്ങൾ എന്തു പറഞ്ഞു? ഔഹബ ത്വൽഹ. ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഇതിൽ 5ാമത്തെ ക്വസ്റ്റ്യനും 10ാമത്തെ ക്വസ്റ്റ്യനും ബന്ധമുണ്ട്. ഉസ്മാൻ തങ്ങൾക്ക് ഒരു പാറയിലേക്ക് കയറുവാൻ. അത് 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് പറഞ്ഞു എന്നുള്ളത് അത് ഔഹബ ത്വൽഹ ആണ്. അതിൻ്റെ 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ അങ്ങനെ ഒന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.